SNDPയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തത് 2020-ലായിരുന്നു. കെ മഹേഷൻ. 2020 മുതൽ ഇങ്ങോട്ട് 6 വർഷം കഴിഞ്ഞിട്ടും ആ കേസ് എങ്ങും എത്തിയിട്ടില്ല. അത് ആത്മഹത്യയാണെങ്കിൽ പോലും ആത്മഹത്യക്ക് കാരണക്കാരനായിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കെ മഹേഷൻ ആത്മഹത്യ ചെയ്തത് വലിയൊരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി ആത്മഹത്യാ പ്രേരണ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് വ്യക്തവുമാണ്. പക്ഷെ കഴിഞ്ഞ 6 വർഷങ്ങളായി ഈ കേസിൽ അന്വേഷണമൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കാണുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അദ്ദേഹം ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട് എന്ന് ഭാര്യ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും വെള്ളാപ്പള്ളി നടേശനെ പിടികൂടാൻ പോലീസിന് സാധിക്കുമോ? ഇനി വ്യക്തവും സമഗ്രവുമായിട്ടുള്ള ഒരു അന്വേഷണം കെ മഹേഷിന്റെ മരണത്തിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയം വേണ്ട. കാരണം ഇതിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ളത് നമ്മുടെ KPCC മുതിർന്ന നേതാവായിരുന്ന വി എം സുധീരന്റെ പ്രത്യേക പരിഗണനയിലൂടെയാണ് ഈ കെ മഹേഷിന്റെ മരണത്തിലേക്കുള്ള അല്ലെങ്കിൽ മരണത്തിന് കാരണമായ വെള്ളാപ്പള്ളിക്കെതിരെ അന്വേഷണം നടക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ കേവലം ആത്മഹത്യ മാത്രമല്ലല്ലോ ഇത് ആത്മഹത്യ പ്രേരണ കുറ്റം. അല്ലെങ്കിൽ ഈ ഒരു കെ മഹേഷിന്റെ ഭാര്യയെ 6 വർഷമായി ഈ ഭയപ്പാടിൽ കഴിയുകയാണ്. ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും ഭീഷണിയിലാണ്, അല്ലെങ്കിൽ ഇവരെ പേടിച്ചാണ് ഇപ്പോഴും കെ മഹേഷിന്റെ കുടുംബം ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള നീതി ഈ സർക്കാരെങ്കിലും നേടി നൽകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കെ മഹേഷിന്റെ ഭാര്യ സമീപിച്ചിരിക്കുന്നത്. അതെ, ഇപ്പോൾ ഈ പറഞ്ഞ കെ മഹേഷിന്റെ ആത്മഹത്യക്ക് കാരണം എന്ന് പറയുന്നത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. ഈ കെ മഹേഷൻ വെള്ളാപ്പള്ളി നടേശന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. വലം കൈ എന്നൊക്കെ പറയാവുന്ന അത്രയും ബന്ധം പങ്കുവച്ചിരുന്ന വ്യക്തികളാണ് വെള്ളാപ്പള്ളി നടേശനും കെ രമേശനും. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഒരു മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉയരുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അതിൽ നിന്ന് ഊരാനായി ഇത് മുഴുവൻ കെ മഹേഷിന്റെ തലയിൽ ഇട്ടുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. അപ്പൊ സ്വാഭാവികമായും ഏറെ വിശ്വസിച്ചിരുന്ന ഒരാൾ തന്റെ തലയിൽ കുറെ ബ്ലെയിം ഇട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കേസ് മുഴുവൻ തന്റെ തലയിൽ ചാർത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷത്തിന്റെ പുറത്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. പോരാത്തതിന് വലിയ രീതിയിലുള്ള ഭീഷണികളും ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ നീ സംസാരിച്ചാൽ നിന്നെ തീർത്തളെ. നമുക്ക് വെള്ളാപ്പള്ളി നടേശന്റെ മാനറിസംസ്, രീതികൾ, അദ്ദേഹം എന്തൊക്കെ സംസാരിക്കുമായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാലോ. അപ്പോ കെ മഹേഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട്, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഉള്ള രേഖകളെല്ലാം ചേർത്തുകൊണ്ട് ഒരു 36 പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് തയ്യാറാക്കിയ ശേഷമാണ് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി ആത്മഹത്യ ചെയ്യുന്നത്. വളരെ ഗുരുതരമായൊരു സംഭവമാണ്. SNDPയുടെ ഓഫീസിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അദ്ദേഹം എന്തൊരു ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ്, പക്ഷെ ചെയ്തിട്ടില്ല. 2020 ശേഷം അദ്ദേഹം മരിക്കുന്നു, അദ്ദേഹത്തിന് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ ഒരുപറ്റം മനുഷ്യർ, അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷാദേവി അടക്കം, അതുപോലെ തന്നെ BDJSന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അടക്കമുള്ളവർ ഇതിനു വേണ്ടിയിട്ട് പോരാടി തുടങ്ങുകയാണ്. ഇവർക്കെല്ലാം എതിരെ ഈ പറഞ്ഞ ഭീഷണി ഉണ്ടാവുകയാണ്. ഈ അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിനോട് നമ്മൾ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിനുണ്ടായ ഭീഷണികളെ പറ്റി പോലും പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, തുഷാർ വെള്ളാപ്പള്ളിയും ഇതിൽ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാമ്പത്തിക തിരിമറിയൊക്കെ നടത്തിയതിനു ശേഷം മറ്റൊരാളെ ബ്ലെയിം ചെയ്ത് അയാളുടെ മരണത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ക്രൈമാണ്. ഇതിനേക്കാളും ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞ 6 വർഷം എന്തുകൊണ്ട് ഈ അന്വേഷണം നടന്നില്ല? കാരണം ഇവിടെ ഭരിച്ചിരുന്നത് ഇടത് സർക്കാരാണ്. ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്നത് പിണറായി വിജയൻ സഖാവായിരുന്നു. പിണറായി വിജയനും വെള്ളാപ്പള്ളിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ പറ്റി കേരളത്തിൽ ആരോടും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നു, വോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് പിണറായി ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ ഒരു വലിയ കൂട്ടുകെട്ട് അവിടെ സംഭവിക്കുകയാണ്. കൂടാതെ അയ്യപ്പ സംഗമത്തിൽ ഈ ഒരു കേരള സ്റ്റേറ്റ് നമ്പർ 1 കാറിൽ പിണറായി വിജയനോടൊപ്പം വന്ന് ആ ഒരു വേദിയിലേക്ക് വന്ന് ഇറങ്ങുന്ന രംഗം നമ്മൾ കണ്ടു. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ MN കാരശ്ശേരി മാഷ് നേഷൻ ഫസ്റ്റുമായിട്ടുള്ള അഭിമുഖത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പിണറായിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ആരാ? വെള്ളാപ്പള്ളി നടേശന.
ഈ പിണറായിയുടെ ഏറ്റവും വലിയ പതനത്തിന് കാരണവും ഈ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ആയിരിക്കുമെന്ന് കൃത്യമായിരുന്നില്ലേ? ഇപ്പോൾ വെള്ളാപ്പള്ളി അങ്ങോട്ടൊരു പാലം വലിക്കുന്നു, പിണറായി ഇങ്ങോട്ടൊരു പാലം വലിക്കുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 6 വർഷങ്ങളായി ഒരു മനുഷ്യന്റെ ആത്മഹത്യക്കാണ്, ഒരു ആത്മഹത്യ എന്നല്ല, അതിനെ കൊലപാതകം എന്ന് വേണം വിളിക്കാൻ. ഒരു മനുഷ്യന്റെ കൊലപാതകത്തിനാണ് ഉത്തരം കൊടുക്കാതിരുന്നത്. ഒരു ചെറുവിരൽ അനക്കാൻ പോലും സർക്കാരിന് കഴിയാതിരുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ തൂഫാൻ അടിപൊളി പദ്ധതിയാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതൊന്നും വിലപ്പോകില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻസിന് വിധേയനാകുന്ന ഒരാളല്ല ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായി കേൾക്കാൻ പോകുന്ന വാർത്ത ഞാൻ പ്രിഡിക്റ്റ് ചെയ്യാം. വെള്ളാപ്പള്ളി നടേശൻ കസ്റ്റഡിയിൽ എന്ന വാർത്ത കേട്ട് ഒരു ദിവസം കേരളം ഉണരും. കാരണം അത് അനിവാര്യമാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലെ വർഗീയത തുപ്പുന്ന, വർഗീയത പറയാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന, ഇത്രയും ധാർഷ്ട്യം നിറഞ്ഞൊരു വ്യക്തിയായ, ഒരിക്കലും മാറ്റങ്ങൾക്ക് വിധേയനാകില്ല എന്ന് നമ്മൾക്ക് ഉറപ്പുള്ള വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി ഈ സാംസ്കാരിക മേഖലയിൽ നിന്നും നമ്മുടെ രാഷ്ട്രീയ മേഖലകളിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളാണ്. ഇപ്പോൾ ഏതൊരു ക്രൈം ആണെങ്കിൽ പോലും, ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുറെ ഗുണ്ടാ സെറ്റപ്പുകൾ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സംസാര രീതികൾ പോട്ടെ, മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന രീതി, ഈ പറഞ്ഞ ക്യാമറയ്ക്ക് മുന്നിൽ പോലും ഇത് ചെയ്യാനുള്ള ധൈര്യം അയാൾക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസുകളിൽ അദ്ദേഹം എത്രത്തോളം ധാർഷ്ട്യക്കാരനും എത്രത്തോളം ആ രീതിയിൽ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ആളുമായിരിക്കാം. ഇപ്പൊ കേട്ടുകേൾവിയുള്ള കാര്യമാണ് പല കൊലപാതകങ്ങൾക്കും അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് പറയുന്ന ഒരു കാര്യം. അതിന് തെളിവില്ല, അത് പുറത്തു വന്നിട്ടില്ല, അറിയില്ല. പക്ഷെ പുറത്തു വന്ന കാര്യങ്ങൾക്കെങ്കിലും ഒരു ക്ലോഷർ ഉണ്ടാകണം. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. ഈ മൈക്രോ ഫിനാൻസ് കേസിൽ നമ്മുടെ കേരളത്തിൽ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമൂഹിക വിപത്തിനെ അഴിക്കുള്ളിലാക്കുകയും വേണം. അതുമാത്രമല്ല SNDP എന്ന കേരളത്തിലെ ഒരു പ്രസിദ്ധമായ അല്ലെങ്കിൽ പ്രശസ്തമായ ഒരു സമുദായ സംഘടന, ആ സംഘടനയെ ഈ ഒരു ഒരു അഴിമതി വിമുക്ത അല്ലെങ്കിൽ ഈ ഒരു ഫിൽട്രേഷൻ എങ്കിലും നടത്തണം. എങ്കിലേ ആ ഒരു SNDP എന്ന സംഘടനയ്ക്ക് മേലിൽ വന്നിരിക്കുന്ന ആ ഒരു കളങ്കം നീക്കപ്പെടൂ. ഈ SNDPയിൽ തന്നെ പല വ്യക്തികളും തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി കാരണം ഈ SNDP എന്ന ഒരു സംഘടനയ്ക്കുണ്ടായ കളങ്കവും ചീത്തപ്പേരും അല്ലെങ്കിൽ ഒരു വിട്ടുമാറാത്ത ശാപവുമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. ഈഴവരുടെ ഉന്നമനത്തിനും അല്ലെങ്കിൽ അവരുടെ അട്ടിപ്പേറാവകാശമായി ഓരോ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇവർക്ക് എതിരെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളായി മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണ്, പത്മശ്രീ ഇദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നല്ലോ. ഈ പത്മശ്രീ അനൗൺസ്മെന്റിന് ഇതിനു മുമ്പ് ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, പത്മശ്രീ എനിക്ക് തന്നാൽ ഞാൻ സ്വീകരിക്കില്ല, എൻ്റെ പട്ടി പോയി വാങ്ങിക്കും. പക്ഷേ അതിനു പകരം രാഷ്ട്രപതിയിൽ നിന്ന് ആ ഒരു പുരസ്കാരം, പത്മ പുരസ്കാരം ആരാണ് വാങ്ങിയതെന്ന് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ കണ്ടതാണ്. അങ്ങനെ അടിക്കടി നിലപാടുകൾ മാറ്റി വർഗീയതയും തുപ്പി നടക്കുന്ന ഇതുപോലുള്ള സാമൂഹ്യ വിപത്തിനെ അഴിക്കുള്ളിലാക്കണം. അത് ഉടനെ തന്നെ നടക്കുകയും വേണം. അതെ, ഇപ്പൊ നമ്മൾ ഏതൊരു രാഷ്ട്രീയ നേതാവിന്റെ കാര്യം എടുത്തു നോക്കിയാലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനോട്, ആ വ്യക്തിയോട് നമുക്ക് യോജിക്കാൻ പല കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ സ്വരാജ് സഖാവ്, അദ്ദേഹത്തിന്റെ രീതികളോട്, ജനങ്ങളോടുള്ള പെരുമാറ്റത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ അദ്ദേഹം നല്ലൊരു വായനക്കാരനാണ്, നല്ലൊരു പ്രാസംഗികനാണ്. എല്ലാവർക്കും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവും. ഇപ്പൊ പിണറായി വിജയന്റെ കാര്യം പറഞ്ഞാൽ പോലും ക്രൈസിസ് മാനേജ്മെന്റ് ഒരു പരിധി വരെ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. അതൊരു വലിയ ക്രൈസിസ് വന്നപ്പോൾ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുപോലെ ഏതൊരു വ്യക്തിയുടെ കാര്യം എടുത്താലും പോസിറ്റീവായിട്ട് പറയാനുണ്ടാവും. ഇപ്പൊ നെഗറ്റീവ് കാര്യങ്ങൾ മുകളിൽ നിന്നാൽ പോലും പോസിറ്റീവായിട്ട് പറയാനുണ്ടാവും. വെള്ളാപ്പള്ളി നടേശനെ പറ്റി എന്തെങ്കിലും ഒരു പോസിറ്റീവ് പറയാനുണ്ടോ? അദ്ദേഹം ചെയ്ത എന്തെങ്കിലും നല്ലൊരു കാര്യം? ഇപ്പോൾ SNDPയിൽ ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ പോലും വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ആൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് നേരിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ SNDPയുടെ ശാപം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. ഈ ആഷിക്ക് പറഞ്ഞതുപോലെ ഈ കളങ്കരഹിതമാകണം ഈ സമുദായ സംഘടന എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആദ്യം പുറത്താക്കണം. രണ്ടാമത് പുറത്താക്കേണ്ടത് തുഷാർ വെള്ളാപ്പള്ളിയുമാണ്.